ഹായ് ഡിയേഴ്സ്. അപ്പോൾ അമ്പാടിയുടെ ആർട്സ് ഡേ ഇങ്ങ് എത്തി കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് പ്രോഗ്രാംസൊക്കെ ഒപ്പിച്ച് തട്ടിക്കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആൾ ഭയങ്കര മടിയനായതുകൊണ്ട് സ്റ്റേജ് ഫിയർ ഉള്ളതുകൊണ്ടും സ്റ്റേജിൽ കയറാൻ പാടാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് ഒരു ഫാഷൻ ഷോ അല്ല, നമ്മുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അതും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു റോബോട്ടിനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, റോബോട്ടാക്കി നിർത്താമെന്ന് വിചാരിച്ചു. ഈ ഒരു ഐഡിയ എൻ്റെ തലയിൽ നിന്ന് ഉദിച്ചതൊന്നുമല്ല കേട്ടോ. നമ്മുടെ കൂടെയുള്ളൊരു ഗൗരി മിസ്സിൻ്റെ ഒരു ഐഡിയയാണ്. ഗൗരി മിസ്സിനെ മുമ്പെന്ന് പറയുമ്പോൾ പണ്ട്, അതായത് മിസ്സിൻ്റെ അമ്മ ടീച്ചറായിരുന്നു. ടീച്ചർ ഇതുപോലെ ചെയ്തിട്ടുണ്ട് മിസ്സിനെ. അപ്പോൾ അങ്ങനെ ആ ഒരു ഐഡിയ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അമ്പാടിക്ക് ഇതുപോലെ ചെയ്താൽ നന്നായിരിക്കും, പ്രൈസ് കിട്ടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു ദൗത്യത്തിലേക്ക് കടന്നത്. അങ്ങനെ ഇതിനായിട്ട് ഞാൻ എടുത്തത് കാർഡ്ബോർഡാണ് കേട്ടോ. കാർട്ടൂൺ ഉണ്ടല്ലോ, അത് കടയിൽ പോയി തപ്പി ചേട്ടനെ കൊണ്ട് വരുത്തിച്ചു. അങ്ങനെ ഞാൻ ഇതിൽ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ അത് കണ്ടിട്ട് അതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കി. ആദ്യം കാർഡ്ബോർഡിൻ്റെ ഈ കാർട്ടൂണിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ബ്ലേഡ് യൂസ് ചെയ്താണ് ഞാൻ ആദ്യം കട്ട് ചെയ്യാൻ നോക്കിയത്. നല്ല പാടായിരുന്നു കേട്ടോ. കൈയെങ്ങാനും മുറിയോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് വെട്ടിയെടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ അടിയിലായിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ മടക്കി വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് മുകൾ ഭാഗം അപ്പുറമായിട്ട് മടങ്ങി വരത്തില്ലേ, അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ അത് മടക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അമ്പാടി ഇടയ്ക്ക് വരുന്നുണ്ട്, എന്തായി എൻ്റെ റോബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അത് മടക്കി ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അതായത് നമ്മൾ ബോഡി പാർട്ടാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്, കഴുത്തിൻ്റെ താഴെ ഭാഗത്തോട്ടുള്ളത്. അപ്പോൾ അതിന് ആദ്യം കഴുത്തിൻ്റെ ആ ഭാഗമാണ് നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തത്. ഇനി അപ്പുറമായിട്ട് കൈ ഇറക്കാനുള്ള ഹോളാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വശവും കട്ട് ചെയ്തെടുത്തു. ഇനി അമ്പാടി അവിടെ നിന്ന് പോസ്റ്റിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണത്. കറക്റ്റ് സൈസ് അല്ല, കറക്റ്റ് കയറോ ഇല്ലെന്നൊക്കെ അറിയണ്ടല്ലേ, പണിവാളത്തില്ലേ. അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. കൈ ഒക്കെ ശരിയാവുന്നുണ്ട്, ഹോളിൽ കൂടെ തന്നെ കയറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. രണ്ട് കൈയും അതുപോലെ തന്നെ, ഒരു കുഴപ്പമില്ല. അപ്പം ഇനി ഈ തലയുടെ ഭാഗമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഏകദേശമൊക്കെ ഒരു റോബോട്ടിൻ്റെയൊക്കെ ഒരു ഇത് വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഹെഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ആ ഒരു സൈസിൽ തന്നെ ഹോള് കട്ട് ചെയ്തെടുക്കുകയാണ്, തല ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളിതുപോലെ തന്നെ ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തു. ഇതിങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. മറ്റേതാണെങ്കിൽ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് വീണ്ടും ഒട്ടിക്കേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ടാണത് ഇളക്കി മാറ്റാഞ്ഞത്. ഇതിപ്പം അവിടെ ടേപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. മറ്റേതാകുമ്പോൾ അങ്ങനെ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അടിയിലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ മറ്റതിൽ മടക്കി വയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൽ അങ്ങനെ വെച്ചിട്ട് ശരിയാവാത്തത് കൊണ്ട് ഞാൻ അതും അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്തത്. അതിനുശേഷം നമ്മളിത് ജോയിൻ ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഒട്ടിക്കാൻ എൻ്റെ അപ്പോൾ സെല്ലോ ടേപ്പൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പേപ്പർ വെച്ചിട്ട് തന്നെ ഗം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അമ്പാടിക്ക് തലയിലൊന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ കുഴപ്പമില്ലാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ലാതെല്ലാം ചെറിയൊരു ആട്ടമൊക്കെ ഉണ്ട്, നല്ല അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ അവസാനമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ സിൽവർ കളറിലുള്ള പേപ്പർ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ സിൽവർ കളർ പെയിൻറ്റ് ആയാലും മതി. എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കടകളിലൊന്നും അത്തരത്തിലുള്ള പേപ്പർ ഇല്ല കേട്ടോ, അല്ലാതെ ഗ്ലിറ്റർ പേപ്പറുകളാണ് കൂടുതൽ. അപ്പോൾ ഞാനിത് കുറച്ച് കിട്ടിയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ചാർട്ട് പേപ്പറിൽ തന്നെ ഇതുപോലെ സിൽവർ കളറിലുള്ള പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് കാലിൻ്റെ ഭാഗവും കൈയുടെ ഭാഗവും ചെയ്യാനായിട്ട് ചെയ്തെടുത്തു.
ഈ പേപ്പറിൽ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് കേട്ടോ, കയ്യിലും കാലിലും ഒക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ആ ഒരു ബൾബ് പോലെയൊക്കെ മിന്നി നിൽക്കുന്നത് വേറൊന്നുമല്ല, ക്യാപ്പാണ് കേട്ടോ, കുപ്പിയുടെ അടപ്പാണ്. അതിൽ ഞാൻ പെയിൻറ് ചെയ്തെടുത്തതാണ്. പിന്നെ മുകളിലായിട്ട് ഇതുപോലെ റിങ് പോലൊരു സംഭവം കണ്ടില്ലേ, അത് ഇതുപോലെ കാർഡ്ബോർഡ് റോൾ വെച്ചിട്ട് കട്ട് ചെയ്ത് പെയിൻറ് ചെയ്തെടുത്തതാണ്. പിന്നെ ആ തലയിൽ ഉദിച്ചു നിൽക്കുന്ന ബൾബില്ലേ, അത് നമ്മുടെ സാധാ ബൾബ് ഉണ്ടല്ലോ, ആ ബൾബിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, അത് പെയിൻറ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. റോബോട്ട് സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്കും ആ ഒരു ആക്ഷനൊക്കെ മറന്നുപോയി ആൾ. പിന്നെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കാണ് ചെയ്തത്. ഇതുപോലെ റോബോട്ട് അനക്കുന്നത് പോലെ കൈയും കാലൊക്കെ അനക്കാൻ പറഞ്ഞു, പിന്നെ നടക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ വലുതായിട്ടൊന്നും എക്സ്പ്രഷൻ ഇട്ടൊന്നും ചെയ്യാൻ അവൻ അറിയത്തില്ല, അവൻ ചെയ്യത്തില്ല. അതുകൊണ്ട് പതുക്കെ അങ്ങ് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരികയാണ് അമ്പാടി. അപ്പോൾ പല കുട്ടികളും പല വേഷത്തിലാണ് കേട്ടോ വന്നത്. കൃഷിക്കാരി, പിന്നെ സ്പൈഡർമാൻ, അങ്ങനെ ഫുട്ബോൾ പ്ലെയർ, പിന്നെ റോക്കറ്റ്, അതൊക്കെ അവർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിരുന്നു, നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ട് എല്ലാവരും ചെയ്തിരുന്നു. അപ്പോൾ അമ്പാടിയുടെ കൂടെ നിൽക്കുന്നത് സ്പൈഡർമാൻ ആദമാണ്, അവൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റോബോട്ട് കഥ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.